നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 15, 2026 ഞായർ. അങ്ങനെ നമ്മൾ നാളത്തോടുകൂടി ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങി പ്രധാനമായും 9 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ ആരംഭത്തോടുകൂടി തന്നെയാണ് ഈ കലണ്ടർ മാസത്തിന് ഇന്ത്യൻ മാർക്കറ്റിനും വ്യാപാരം ആരംഭിക്കേണ്ടതായിട്ട് വന്നത്. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും തൽഫലമായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ശോഷണവും മറ്റുള്ള കാരണങ്ങളെയും തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് നിഫ്റ്റിക്ക് 5.4% നഷ്ടം വീക്ക്ലി ബേസിസിലും നേരിട്ടു. തുടർച്ചയായി ഈ മാസത്തെ 2 ആഴ്ചകളിലും ഇന്ത്യൻ മാർക്കറ്റിന് വീക്ക്ലി ബേസിസിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ വെള്ളിയാഴ്ചയും നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റി അതിന്റെ 200-day EMA ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിൽ നിന്നും ഒത്തിരി താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. മാത്രമല്ല 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നിലകൊള്ളുന്നതും. കൂടാതെ നിഫ്റ്റിയുടെ RSIയും അതിശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ട് ഓവർസോൾഡ് സോണിലായിട്ടാണ് നിലനിൽക്കുന്നതും. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ നാളെ വ്യാപാരം ആരംഭിക്കുമ്പോഴേക്കും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് 17 ദിവസങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ വീക്കെൻഡിൽ പോലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വരുന്നില്ല, അവ രൂക്ഷമാകുന്നതേയുള്ളൂ. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ വരുമാനത്തിന്റെ നട്ടലായ കാർഗ് ഐലൻഡിനെ ആക്രമിക്കുകയുണ്ടായി. അതിശക്തമായ ആക്രമണമാണ് യുഎസ് അഴിച്ചുവിടുകയും ഉണ്ടായത്. ഇത് ഇറാനെ അതിശക്തമായി പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇരുഭാഗങ്ങളിലുമുള്ള ആക്രമണം അതിരൂക്ഷമാവുകയും ചെയ്തു. നമ്മൾ പലവിധ മാധ്യമങ്ങൾ വഴി വാർത്തകളൊക്കെ അറിയുന്നുമുണ്ടാകാം. ഇതിനെ തുടർന്ന് ഇറാൻ GCC രാഷ്ട്രങ്ങളുടെ മുകളിലുള്ള ആക്രമണവും ശക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആകെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതീക്ഷ ഇറാനുമായിട്ടുള്ള നയതന്ത്രം വഴി ഇന്നലെ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ചേരുവാൻ സാധിച്ചു. കൂടാതെ നിലവിൽ 28ഓളം ഇന്ത്യൻ ഷിപ്പുകൾ ഹോർമൂസ് കടലിടുക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് പാസ്സാകുവാൻ വേണ്ടിയിട്ടും. ഈ ആഴ്ച പ്രധാനപ്പെട്ട ഒത്തിരി ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുമ്പോഴും മാർച്ച് 17 ചൊവ്വാഴ്ചയോടുകൂടി ആരംഭിച്ച് മാർച്ച് 18 വെള്ളിയാഴ്ചയോടുകൂടി യുഎസിൽ നിന്നും വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് രണ്ടാമതായി ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിലവിലെ സാഹചര്യത്തിൽ യുഎസിലെ ഇൻഫ്ലേഷൻ ഫെഡിന്റെ ടാർഗറ്റായ 2% എത്തിച്ചേരാത്തതുകൊണ്ട് തന്നെ ഈ വരുന്ന ഫെഡ് പോളിസിയിലും യുഎസിലെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ ഫെഡ് നിലനിർത്തുമെന്നുള്ള കാഴ്ചപ്പാടാണ് അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും മാർക്കറ്റും വെച്ച് പുലർത്തുന്നത്. എങ്കിലും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ഓൾ ഓഫ് എ സഡൻ 2 ആഴ്ചകൾക്ക് മുന്നുള്ള വീക്കെൻഡിൽ അപ്രത്യക്ഷമായി തന്നെ പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ഈ മാസത്തെ ആദ്യ ആഴ്ചയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ ഉയർച്ചയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഇടയാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ചയ്ക്കും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നയിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ സൈക്കോളജിക്കൽ ലെവലായ 100 എന്ന ലെവൽ മറികടന്നുകൊണ്ട് അതിശക്തമായ ഉയർച്ചയും അനുഭവപ്പെട്ടു. മാത്രമല്ല വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3% ഉയർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $103.86 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $99.31 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. മാത്രമല്ല ഈ വീക്കെൻഡിൽ യുഎസിന്റെ ഭാഗത്ത് നിന്നും മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇറാന്റെ കാർഗ് ഐലൻഡിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനങ്ങളും വന്നു. അതായത് യുഎസ് സഖ്യരാഷ്ട്രങ്ങളായ GCC രാജ്യങ്ങളുടെ എണ്ണ സ്രോതസ്സുകളെയും ഇനി അവർ ലക്ഷ്യം വെക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും GCC രാഷ്ട്രങ്ങളുടെ എണ്ണ സ്രോതസ്സുകൾക്ക് മുകളിൽ ആക്രമണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയ്ക്ക് തീപിടിപ്പിക്കുവാനും കാരണമാകും. കൂടാതെ നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളുടെ യാത്രാ തടസ്സം യുഎസ് ഇടപെട്ടുകൊണ്ട് മാറ്റുമെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ചയിൽ യുഎസ് പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്നെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു നടപടികളും വരാത്തതിനെ തുടർന്ന് അത് അതേപടി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റക്കുറച്ചിലുകളും മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. ഈ കലണ്ടർ മാസം വെള്ളിയാഴ്ചയോടുകൂടി 9 ട്രേഡിംഗ് സെഷനുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ പൂർത്തീകരിച്ചപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ അതിശക്തമായ സെല്ലിംഗ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുക. വെള്ളിയാഴ്ചയും തുടർന്ന് സെല്ലിങ്ങിനെ തുടർന്ന് 9 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം
26,883.22 കോടി രൂപയ്ക്കാണ് സെല്ലിംഗ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 70,526.70 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ചില സെക്ടറുകളെയും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, എസ്പെഷ്യലി ഡിഫൻസ്. കൂടാതെ ഈ പ്രശ്നങ്ങൾ മോശമായ രീതിയിൽ ബാധിക്കുന്ന മറ്റ് മേഖലകളായ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, ടയർ മേക്കിംഗ് കമ്പനീസ്, പെയിന്റ് സെക്ടറിലുള്ള സ്റ്റോക്സ്, കൂടാതെ ഏവിയേഷൻ, ടൂറിസം സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ മേഖലകളുടെ പെർഫോമൻസും ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റിനെ കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കും. നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 23,800 എന്ന ലെവലിൽ ഉണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആയതിനാൽ തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ ആണെങ്കിലും തുടർന്ന് 22,800 എന്ന ലെവൽ നിഫ്റ്റിക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവലും നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 22,500 പിന്നീട് 22,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഒരു റീബൗണ്ട് സംഭവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ 23,800 തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസും ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ വരുന്ന ആഴ്ചയിൽ മുൻപോട്ടൊരു പ്രയാണം ഇനി നിഫ്റ്റിക്ക് സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്നും US ഡോളറിനെതിരെ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. വീക്ക്ലി ബേസിസിലും 0.7% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും സസൂക്ഷ്മം തന്നെ നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില ഉയരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ രൂപയെയും മോശമായിട്ട് തന്നെ ബാധിക്കും. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ നിന്നും പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയിട്ടും ഈ ആഴ്ച സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു വീക്കിലേക്കാണ് ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് കടക്കാൻ വേണ്ടി പോകുന്നതും. മെയിൻ ബോർഡിലേക്ക് മാത്രം 3 IPOs സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകുന്നുണ്ട്. അതേസമയം SME സെഗ്മെന്റിലേക്കും ഏകദേശം 4 IPOs സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ഈ മാസത്തെ ആദ്യ ആഴ്ചയിൽ 40% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ 22% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നും ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസും ഈ ആഴ്ച നടക്കാനിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി നാളെ തിങ്കളാഴ്ച 16-ാം തീയതി ഫെബ്രുവരി മാസം WPI ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് വരുന്നുണ്ട്, ബാലൻസ് ഓഫ് ട്രേഡിന്റെയും. കൂടാതെ മറ്റൊറ്റനവധി ഡാറ്റകളും ഈ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ റിലീസിനായിട്ട് കാത്തിരിക്കുന്നു. ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട ഇവന്റുകളും അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഈ പറഞ്ഞ ഡാറ്റകളുടെ റിലീസ് മാർക്കറ്റ് ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാലും ഇവയുടെ റിസൾട്ടും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വ്യാപാരം തുടർന്ന ഗിഫ്റ്റ് നിഫ്റ്റി 52.5 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എങ്കിലും പിന്നീട് ലോകത്തിൽ സംഭവിച്ച മറ്റുള്ള കാരണങ്ങളെ തുടർന്ന് എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യയിൽ നിന്നുമുള്ള നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യം നാളെ രാവിലെ 6:30 ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോഴേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓല ഇലക്ട്രിക് ഇന്ത്യയിൽ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നതിനായി എൻഡ് ഐസ് ഏജ് എന്ന പേരിൽ പുതിയൊരു ക്യാമ്പയിൻ കമ്പനി ആരംഭിച്ചു. ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ് മാർക്കറ്റ് ചട്ടങ്ങൾ ലംഘിച്ചതിന് കമ്പനിക്ക് സെബിയുടെ ഭാഗത്ത് നിന്നും 10 ലക്ഷം രൂപയുടെ പിഴ ചുമത്തി. NMDC 2026 സാമ്പത്തിക വർഷം തീരാൻ 2 ആഴ്ചകൾ ബാക്കി നിൽക്കെ കമ്പനിയുടെ ഇരുമ്പയിര് ഉൽപാദനം 50 ദശലക്ഷം ടണ്ണായി ഉയർത്തിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്യാഷ്ലെസ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന്റെ എണ്ണം നിലവിലുള്ള 20% നിന്ന് 50% ഉയരുമെന്നുള്ള പ്രതീക്ഷയാണ് കമ്പനി പങ്കുവയ്ക്കുന്നത്. GE പവർ ഇന്ത്യ കമ്പനിയുടെ മുഴുവൻ സമയ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ശ്രീ ആശിഷ് ഗായ് രാജിവെക്കുകയുണ്ടായി. പ്രോസ്ട്രാം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ് 6.71 കോടി രൂപയുടെ റൂഫ് ടോപ്പ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ സെയിലിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടാറ്റ കൺസ്യൂമർ 2023 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് 98 കോടി രൂപയുടെ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭ
സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.